ശരിക്കും ഒരു തൂഫാൻ വാരിയറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പത്തനംതിട്ട മൈലപ്ര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ ശോഭ സന്തോഷാണ് ആള്. ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം 3 പോലീസുകാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത് തടഞ്ഞു നിർത്തുകയും പിന്നീട് പല നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തത്. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം ഇത് കുമ്പഴേന്ന് വന്ന പോലീസ് വണ്ടിയാണ്. ഞാൻ മൈലപ്രയിൽ നിന്ന് കടന്നു പോവാം പള്ളിപ്പടിക്കലോട്ട്. പള്ളിപ്പടിക്കൽ പത്തനംതിട്ടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞാൻ പോയതാ. പോയി നോക്കി വണ്ടി ഇങ്ങനെ വളഞ്ഞ് ഓടിക്കുന്ന കണ്ടപ്പം ശ്രദ്ധിച്ചു. ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആള് ഇങ്ങനെ പുറമോട്ട് ചാഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു, പുള്ളിക്ക് ആരിന് വല്ല വയ്യാഴിക വല്ലതും ആണോ അറ്റാക്ക് വല്ലതും ആണോ എന്നും കണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു വണ്ടി മുന്നോട്ട് പോകുന്നതോറും മറ്റുള്ള വണ്ടികളെ ഇടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ടും ഈ പുള്ളി ഇങ്ങനെ കിടന്നാണ് ഓടിക്കുന്ന വണ്ടി പുറമോട്ട്. അപ്പം എനിക്ക് സംശയം തോന്നി. ഞാനപ്പം വണ്ടിയെ ഫോളോ ചെയ്ത് പോയി ബിവറേജിൻ്റെ ഇപ്പുറമായി പോകുന്ന പോക്കിലെല്ലാം മറ്റുള്ള ചെറിയ വണ്ടികളെയൊക്കെ ഇടിക്കാൻ പോകുന്നുണ്ട്. ബിവറേജിൻ്റെ അവിടെ പോയപ്പോൾ ഈ വണ്ടി മറിയാനായിട്ട് പോയി. അപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് 2 പേര് സവാരികളുണ്ട്. അവരും കൂടി ഞങ്ങൾ 3 കൂടെ വലിയവായി വാപിച്ചു, അലറി വിളിച്ചു. അപ്പോഴത്തേന് വണ്ടിക്ക് നോർമലായി. പിന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതോറും ഈ വണ്ടി മറ്റുള്ള വണ്ടികളെ ഇടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റിംഗ് റോഡിൽ കയറി ശ്രീവത്സത്തിൻ്റെ അവിടെ റോഡിൻ്റെ നടുക്ക് ഈ വണ്ടി അങ്ങ് ഇട്ട സമയത്ത് ഞാൻ എൻ്റെ വണ്ടി മുന്നോട്ട് കയറ്റി അവിടെ അങ്ങ് നിർത്തിയിട്ട് ചാടി ഇറങ്ങി. പിന്നെ ഇനിയും അപകടം വരുമോയെന്ന് കണ്ടു. അവിടെ നിന്നൊരു ബസ് ഇങ്ങോട്ട് വരുമോ, ഉടനെ ഞാൻ ബസ്സുകാരെ കൈ കാണിച്ച് നിർത്തി അവരെ കൂടെ വിളിച്ചിറക്കി. നോക്കിയപ്പം സ്മോൾ അടിച്ചതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അന്നേരം. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇരുന്നവരൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ വന്നവരൊക്കെ എടുത്തു ഫോട്ടോ. അപ്പോൾ മനസ്സിലായി ഇവർ മദ്യപിച്ച് ഓടിക്കുക എന്നുള്ളത്. അതിനകത്ത് കൂടെ 2 പേര് വേറെ ഉണ്ടായിരുന്നു. അവരിറങ്ങി ഓടി. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ആൾക്ക് അനങ്ങാനേ വയ്യായിരുന്നു. ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഈ പോലീസുകാർ തന്നെ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ? അത് സത്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നിയമം സംരക്ഷിക്കേണ്ട ആൾക്കാരല്ലേ അവരിങ്ങനെ കാണിക്കുവാണെങ്കിൽ പിന്നെ അവര് സമൂഹത്തിന് എന്തോ മാതൃക കൊടുക്കുന്നത്? ഒരു മാതൃകയും കൊടുക്കുന്നില്ലല്ലോ. പിന്നെ വെറും പോലീസുകാരല്ല, ജില്ലാ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് ടീമിൽ അംഗമായിട്ടുള്ള ആൾക്കാർ, നർക്കോട്ടിക്കിന്റെ ഈ തുഫാന്റെ ടീമിലുള്ള അംഗങ്ങളാണ്. പിന്നെ ഞാൻ വാർത്തയിലെ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ തന്നെ ഇങ്ങനെ കാണിക്കുവാണ്. പിന്നെ നമുക്ക് എന്തോ മാതൃക കാണിച്ചു തരണ്ടേ? അവരല്ലേ നമുക്ക് മാതൃക കാണിച്ചു തരേണ്ട ആൾക്കാര്. വേറെ ആരെങ്കിലും വിളിച്ചിരുന്നോ ഇങ്ങനെ ഇതൊക്കെ ചോദിച്ചോണ്ട്? പിന്നെ ഒത്തിരി എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഒത്തിരിയും വിളിച്ചായിരുന്നു, വിദേശത്തും നാട്ടിലും ഒക്കെ ഉള്ള. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ് ചെയ്തത്, ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു? എന്റെ CDS ചെയർപേഴ്സൺ സിസിലി മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പലരും വിളിച്ചു, നല്ല കാര്യമാണ് ചെയ്തതെന്ന് പലരും വിളിച്ചു. പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാര് അവരൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 പോലീസുകാർക്കും സസ്പെൻഷൻ കിട്ടി. പക്ഷെ അവര് സസ്പെൻഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ അവരെ ജോലി തടസ്സപ്പെടുത്തിയല്ല, അവർക്ക് ഇങ്ങനെ വരുമെന്നും അവർ 3 കുടുംബം കഴിയേണ്ടിവരല്ലേ. അപ്പോൾ അതിന് എനിക്ക് യോജിപ്പൊന്നുമില്ല. എന്ന് വെച്ചാൽ ദോഷമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു കുടുംബം പോറ്റേണ്ട ആൾക്കാരല്ലേ. ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സംഭവത്തിന് പിന്നാലെ അന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവി അവർക്കെതിരെ നടപടി എടുത്തിരുന്നു. 3 പേർക്കും സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. മാത്രമല്ല അതിൽ വാഹനം ഓടിച്ച പോലീസുകാരനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ആ കേസെടുത്തതിലൊന്നും ചേച്ചി അനുകൂലിക്കുന്നില്ല. എന്തായാലും ഈ തൂഫാൻ പരിപാടികളൊക്കെ ആഭ്യന്തര വകുപ്പ് അടക്കം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം ഒരു കാര്യം ചെയ്ത ചേച്ചി വലിയ രീതിയിൽ അഭിനന്ദന പ്രവാഹമാണ് ചേച്ചിക്ക് ഉള്ളത്. ക്യാമറമാൻ രതീഷ് മൺപിളിച്ചലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.